ഇന്നത്തെ ജാനകിയുടെ അബിയുടെയും വീട്ടിൽ ജാനകി ഹോസ്പിറ്റലിൽ തന്നെയാണ്. കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. അബി തമ്പിയാണ് അതെന്ന് സക്കീർ ഭായിയോട് ഉറപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത്. ഇതിനിടയിൽ ജാനകിയുടെ അമ്മായിയമ്മ വീട്ടിൽ വരുന്നു. പൊന്നു എന്തിയെന്ന് അന്വേഷിക്കുന്നു. അപ്പോൾ അവിടുത്തെ ജോലിക്കാരി പൊന്നുവിനെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് അപർണ അങ്ങോട്ട് കയറി വരുന്നത്. അപർണ തിരിച്ചു വന്നോ നിങ്ങൾ ഇവിടെ തന്നെ വരുമല്ലോ, നാണോ ഇല്ലല്ലോ തിരിച്ചു വരാൻ എന്നൊക്കെയുള്ള രീതി അപർണ സംസാരിക്കുമ്പോൾ അവർ പറയും, എൻ്റെ ഭർത്താവിൻ്റെ വീടാണിത്, നീ എന്ന് മുതൽ ഇവിടെ വന്നോ അന്ന് തൊട്ടാണ് നാശം തുടങ്ങിയത്. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലൊക്കെ എനിക്ക് തിരിച്ചു വരാൻ നിൻ്റെ ഔദാര്യം ഒത്താശ എനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ അപർണ വെട്ടിത്തിരിഞ്ഞ് കയറിപ്പോവാണ്. തമ്പിയുടെ വീട്ടിൽ കാണിക്കുന്നത് തമ്പിയുടെ ഭാര്യ ജാനകി ആക്സിഡൻ്റായിട്ട് കിടപ്പാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ തമ്പിയാണ് അത് ചെയ്തതെന്ന് ഉറപ്പിച്ച് പറയുകയാണ്. തമ്പിയോട് ചോദിക്കുകയാണ്, നിങ്ങളല്ല വേറെ ആരും ചെയ്യില്ല, നിങ്ങളെ എങ്ങനെ ചെയ്യൂ എന്ന് പറയുമ്പോൾ അപർണ പറയണം, അമ്മയ്ക്ക് എന്താ അച്ഛനൊന്നുമല്ല ചെയ്തത്, അതൊരു റോഡ് ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അവർ പറയണം, ഈ അല്ലടി നിനക്ക് നിൻ്റെ അച്ഛനെ അറിഞ്ഞൂടാ, ഇങ്ങാര് തന്നെയാണ് ചെയ്തത്. അപ്പോൾ തമ്പി അവരെ അടിക്കാനായിട്ട് ഓങ്ങുകയാണ്. അപ്പോൾ അപർണ കയറി പിടിച്ച് അച്ഛനെ അമ്മയെ തല്ലിക്കൊല്ലാൻ പോവുകയാണെന്നൊക്കെ ചോദിക്കുകയാണ്. തമ്പി പറഞ്ഞാൽ കേട്ടില്ലേടി ഞാനാണ് അത് ചെയ്തതെന്ന് പറയുന്നു. അവസാനം അപർണ അമ്മയെ കൊണ്ട് ഒഴിവാക്കി അവിടെ മാറ്റി പറഞ്ഞിരുത്തിയിട്ട് തമ്പിയുടെ അടുത്തേക്ക് പോവുകയാണ്. തമ്പിയാണെങ്കിൽ അപർണ എന്തൊക്കെ ചെയ്തിട്ട് ഒരു കാരണവശാലും താനാണെന്ന് സമ്മതിച്ച് കൊടുക്കുന്നില്ല. ഞാനല്ല മോളെ എന്ന് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. അപർണ എങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അച്ഛനാണ് ചെയ്തെങ്കിൽ അച്ഛൻ പറഞ്ഞു, അച്ഛന് പകരം ഞാനൊരു കൊട്ടേഷൻ കൊടുത്തിരുന്നു, അവർക്ക് പക്ഷേ മിസ്സായിപ്പോയി. ജാനകി ഇതൊരു മർഡർ അറ്റംപ്റ്റ് തന്നെയാണ്, അച്ഛനല്ലേ ചെയ്തത്, അച്ഛനാണെങ്കിൽ ഞാൻ അച്ഛനെ ക്ഷയിക്കാൻ തരുന്നൊക്കെ പറഞ്ഞിട്ട് തമ്പി സമ്മതിച്ചു കൊടുക്കുന്നില്ല. അവസാനം അപർണ പറയുകയാണ്, അപ്പോൾ ജാബിയുടെ ശത്രുക്കളാണോ ഇനിയെന്നറിയില്ല, എന്തായാലും ആ ശത്രുക്കൾ ആരാന്ന് നമുക്ക് കണ്ടുപിടിക്കണോ അച്ഛനല്ല അത് ചെയ്തെങ്കിൽ ആരാന്ന് നമുക്ക് അറിഞ്ഞേ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ തമ്പി മനസ്സിൽ പറയാണ്, ഭാര്യ വരെ എന്നെ സംശയിച്ചു, ഇനി മകളും സംശയിക്കും, എന്തായാലും ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല, അവളെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, ഞാനാണ് ചെയ്തതെന്ന് ആരും അറിയരുത് എന്നൊക്കെ തമ്പി പറയുകയാണ്. ഇതേസമയം നിരഞ്ജനയുടെ വീട്ടിലാണെങ്കിൽ ഉണ്ണിത്തം പറയാണ്, ജാനകിക്കെതിരെ തിരിഞ്ഞെങ്കിൽ അടുത്ത് നിനക്കെതിരെ ആയിരിക്കും മോളെ എന്നൊക്കെ പറയുകയാണ്. നിരഞ്ജന പറയാണ്, എന്ത് വന്നാലും നേരിടുക തന്നെ, ഈ കേസ് എന്തായാലും നമ്മൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും, ജാനിയടുത്തി കേസ് നടത്താൻ വേണ്ടി ജാനിയടുത്ത് തന്നെ വേണം എന്നില്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞ് നിരഞ്ജന പറയാണ്. ഇതേ സമയത്ത് ഇന്ദ്രജയ്ക്ക് ഇരുന്ന ഫോൺ കോളിൽ ജാനകിക്ക് ഇങ്ങനെ ആക്സിഡൻ്റായിട്ട് കിടക്കുകയാണെന്നറിഞ്ഞ് ഇന്ദ്രജ ഇങ്ങനെ കണ്ണുരുട്ടി പിടിച്ച് നോക്കുന്നുണ്ട്. പുറയിലാണെങ്കിൽ ഇത് കേൾക്കാനായിട്ട് നകുലം വന്ന് നിൽപ്പുണ്ട്. നകുലിന് ഇത് കേട്ടു എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ദ്രയ്ക്ക് മനസ്സിലാവുകയാണ്. അവിടം വരെയാണ് ഇത് കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഇന്നത്തെ ദിവസം.